ആയിട്ട് ഇച്ചിരി മല്ലിയില തൂവി കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡിമണി മുണ്ടക്കയം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. വേറെ സാധനം കൂടി ഉണ്ടല്ലോ. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഇന്ന് നമുക്കിവിടെ ഇച്ചിരി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനെ നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കിയാലോ. ആ ചിക്കനെ കറി വെക്കണം. നമുക്ക് ആദ്യം തൊട്ടെല്ലാം എടുക്കാനുള്ള ഒരു സാഹചര്യമല്ല. നമുക്ക് അടുക്കളയൊക്കെ ഒത്തിരി പോരായ്മകളുണ്ട്. അതുകൊണ്ട് എല്ലാം ഫുൾ വീഡിയോ ആയിട്ട് കാണിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഒരു അടുക്കളയൊക്കെ ആയി ഒക്കെ കഴിയുമ്പോൾ ഞങ്ങളും എല്ലാം ഫുൾ വീഡിയോ കാണിച്ചെടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഐറ്റംസ് എല്ലാം പരിചയപ്പെടുത്തി ഞങ്ങൾ പാകം ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കറി വെക്കാൻ ആവശ്യമായ ചിക്കൻ ഇത്, ഉള്ളി, പച്ചമുളക്, തക്കാളി, കുറച്ച് കറിവേപ്പില, ചട്ടി വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇനി ഇച്ചിരി കടുകിട്ട് കൊടുക്കുക. ഞാൻ ആദ്യമേ കടുകിടുവാണ്, രണ്ടാമത് എണ്ണ ചേർക്കുന്നില്ല. കാരണം ആദ്യമേ കടുകിടുക. പിന്നെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാവോ. ഇതിനാവശ്യം വളരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാതെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ ഉള്ളി കുറച്ച് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാതെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിനകത്ത് ചേർക്കാതെ നമ്മൾ ഇതെല്ലാം ശരിക്കും വഴന്ന് വന്നേ നമുക്കിനി പൊടികൾ ചേർക്കാം. ഈ പൊടികളെന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഞാനൊന്ന് ചൂടാക്കി എടുത്ത പൊടിയാണിത്. ഈ പൊടി ഇട്ട് നമുക്ക് ഇനി ഒന്ന് വഴറ്റാം. ചൂടാക്കി വറുത്തെടുത്ത പൊടിയാണ്. ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അത് പച്ചത്തുപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കനെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കനെ ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അതെന്നാന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഇച്ചിരി നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറിന് കൂട്ടാനായിട്ട് ഈ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം. അതിനാവശ്യമായ വെള്ളം, തിളപ്പിച്ച വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ യോജിപ്പിക്കാവുള്ളൂ. പച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ കറി അങ്ങനെ കൊള്ളില്ല. ഇറച്ചിക്കൊക്കെ അരപ്പ് യോജിപ്പിച്ച് കഴിയുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാം ഇളക്കി യോജിപ്പിച്ചായി. ഇനി ഈ കറി ഇവിടെ ഇരുന്ന് തിളച്ച് പറ്റി കുറുകി വരണം. അതെന്താ നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടെ തൂവി കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതൊന്ന് ഇവിടെ സെറ്റായിട്ട് വരണം. അപ്പോൾ നമുക്കിതിനെ ഇനി മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കറി അപ്പം റെഡിയായി. ഇനി ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഗരം മസാല ഇട്ട് അതിനെ ഒന്ന് ഇളക്കാം. നമ്മുടെ നെയ്ച്ചോറിനുള്ള കറി സെറ്റായി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലാസ്റ്റായിട്ട് ഇച്ചിരി മല്ലിയില തൂവി കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡിമണി മുണ്ടക്കയം. അപ്പം നമുക്ക് നെയ്ച്ചോറിനുള്ള പണി നോക്കാം. ഗീ റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഉള്ളി വറുത്ത് കോരിയെടുക്കാം. ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. മേലെ ഉള്ളി ഇട്ട് ചെയ്യണം. അപ്പം അത് പെട്ടെന്നൊന്ന് വഴന്ന് ക്രിസ്പിനെസ് പോകാതിരിക്കാൻ നമുക്ക് അതിലെന്നാ ചെയ്യണം? ശർക്കര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അത് കണ്ണട ഇട്ട് കൊടുക്കാം. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇത്
ഈ ഉള്ളിയുടെ ക്രിസ്മസ് പോകാതെയാണ് നമ്മളിങ്ങനെ വഴറ്റിയിട്ട് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതിനെ കോരി മാറ്റുക. അപ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം വഴന്ന് ഒരു ഗോൾഡൻ നിറമായി ബ്രൗൺ ഷേപ്പായി. അപ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. അങ്ങോട്ടാണ് കോരി മാറ്റാം. മുട്ടിച്ചെടുക്കാതെ. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്രീൻ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാതെ. ഇത് എല്ലാം ശരിയായി നമുക്ക് കോരിയെടുക്കാം. നമുക്കൊരിച്ചിരി നെയ്യും കൂടി ഇട്ട് കൊടുക്കാവേ. ഗീ റൈസ് അല്ലേ, നെയ്ച്ചോറല്ലേ. ഒരിച്ചിരി നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ സ്പൈസി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതായത് ഇത് കറുവപ്പട്ട, ഇത് ഏലക്ക, ഗ്രാമ്പു, തക്കോലം. ഏലക്ക കൂടി കളഞ്ഞത്. ഏലക്കായുടെ കാ മാത്രം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കാം. വന്നപ്പോൾ നമുക്കിച്ചിരി ഉള്ളിയും കൂടെ അതിൻ്റെ കൊടുത്തിട്ട് മൂപ്പിക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വലിയ പാണ്ടിത്തൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങളൊന്ന് വെച്ചതാണ്. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം മൂത്തു. ഇനി നമുക്ക് അരി ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബസ്മതി റൈസ് അരിയാണ്. അപ്പോൾ നമുക്ക് ഈ അരി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടിട്ട് കഴുകി വാരി തോരാൻ വേണ്ടി വെച്ചതാണ്. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് ആ പാത്രത്തിന് അളവായിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിന് ഇത്രയായിരുന്നു അരി ഉണ്ടായിരുന്നത്, അതിൻ്റെ ഡബിള്. അപ്പോൾ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു. ഇനി എന്നാ ചെയ്യണം? ഇത്തിരി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്, ശകലം, നല്ലൊരു ടേസ്റ്റിന്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിനാവശ്യത്തിന്, ചോറിന് ആവശ്യത്തിനായിട്ട് ഒരു കുറച്ച് ഉപ്പ്. ചോറ് വെന്ത് വരുമ്പോൾ ഇച്ചിരി ഉപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ചോറ് ഒന്നാലൊന്ന് മുട്ടാതിരിക്കാൻ ഇച്ചിരി നാരങ്ങ നീര് ഇങ്ങനെ പിഴിയുന്നു. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചോറ് റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചോറ് വെന്തോണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ വെള്ളം ഒന്ന് പറ്റി വരാനുണ്ട്. കറക്റ്റ് പറ്റി വരണം. ഒന്നൊന്നേത്തേലും മുട്ടാതെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്നും കൂടെ ഒന്ന് തുറന്ന് വന്നാൽ നമ്മുടെ ചോറ് റെഡി ആവും. നമ്മുടെ നെയ്ച്ചോറ് എന്നാലും ഫിനിഷായിട്ടില്ല. ഫിനിഷാക്കാൻ ഇച്ചിരി കൂടെ കാര്യങ്ങളുണ്ട്. നെയ്ച്ചോറായത് കാരണം നമുക്കിച്ചിരി നെയ്യിടണം. മതി, അത്രയും മതി, ഒരുപാട് വേണ്ട. ഇങ്ങനെ ഒന്ന് ഇളക്കി കൂട്ടാം നമുക്ക്. ചോറ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ ഇട്ട് നമ്മളിങ്ങനെ ബേറ്ററി എടുക്കുന്നുണ്ട്. ഇച്ചിരി ക്യാരറ്റ് നമുക്കിതിനെ ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. നെയ്ച്ചോറായത് കാരണം ബിരിയാണി ആണെങ്കിലല്ലേ ലെയറായിട്ട് നമ്മളിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇച്ചിരി മല്ലിച്ചപ്പും കൂടെ വിതറി കൊടുക്കണേ, പിന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു, റെഡിയായി, ഫിനിഷ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഈ നെയ്ച്ചോറും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനായിട്ടൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. വീണ്ടും ഇനിയൊരു അടിപൊളി വിഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. വേറെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ. അപ്പം കുഞ്ഞുന് നെയ്ച്ചോറും ചിക്കൻ കറി എനിക്ക് ചിക്കൻ കറി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. നല്ല മണം വരുന്നുണ്ടോടാ? എന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ, കഴിച്ചാൽ നോക്കിയിട്ട്. ഓക്കെ സാർ. നിനക്കൊക്കെയാണോ പറഞ്ഞേ? നിനക്കൊക്കെയുണ്ടെന്ന് കഴിക്കാൻ? ചിക്കൻ ചല്ലാസ്,
നെയ്ച്ചോറ് കഴിച്ചു കാണിച്ചേ. എങ്ങനെയുണ്ടോ ടേസ്റ്റ് നോക്കിയിട്ട്? കോമ്പിനേഷൻ കൊള്ളുവോ? അടിപൊളിയായോ? അവളുടെ ഫേവറേറ്റ് അല്ലേ? എന്നാ പിന്നെ ഞാനിത് മുഴുവൻ കഴിക്കട്ടെ. ശരി, ഓക്കെ.